We have already studied who is entrepreneur and what are their characteristics. Today we are learning about MSME. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ടോപ്പിക്കാണ് MSME. COVID-19 മൂലം ഏകദേശം ഇന്ത്യയിൽ 1.5 കോടി പേർക്കാണ് തൊഴിൽ നഷ്ടപ്പെടുമെന്ന് കണക്കാക്കപ്പെടുന്നത്. അത് എല്ലാ സെക്ടറിലും ഇതിൻ്റെ ആഘാതം പ്രതിഫലിക്കും. ഓൾറെഡി ഇന്ത്യയിൽ തൊഴിലില്ലായ്മ നിലനിൽക്കുമ്പോൾ വീണ്ടും ഒരു 1.5 കോടി വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന തൊഴിലില്ലായ്മ എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാം. നമുക്ക് മുമ്പിൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ഒരു നല്ല എൻ്റർപ്രണർ ആവുക എന്നതാണ്. അതിനായി ഗവൺമെൻറ് നമുക്കായി ഒരുക്കി തന്നിരിക്കുന്ന ഒരു മീഡിയമാണ് MSME, മീൻസ് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്. അതായത് ഒരു എൻ്റർപ്രണർക്ക് തൻ്റെ വരുമാന പരിധിയിൽ നിന്നുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് തുടങ്ങാവുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ MSM എന്ന് പറയുന്നത്, എൻ്റർപ്രൈസസ് സ്ഥാപനം. അത് ഇന്ന് ഇന്ത്യയിലെ GDP കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 38%. GDP മീൻസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇന്ത്യയിലെ ആഭ്യന്തര ഉൽപ്പാദനത്തിന് MSMEയുടെ സംഭാവന 38%. അത് MSMEയുടെ കോൺട്രിബ്യൂഷൻ ടു ടോട്ടൽ എക്സ്പോർട്ട് അത് 42% ഇന്ന് ഇന്ത്യയിലുള്ളത്. അത് ഓരോ സ്റ്റേറ്റ് വൈസായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. 10 സ്റ്റേറ്റിൻ്റെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ തമിഴ്നാടാണ്. 33.64% അവർ MSME കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഗുജറാത്ത് 15.08, ഉത്തർപ്രദേശ് 12.27, മഹാരാഷ്ട്ര 8.70, കർണാടക 6.76, മധ്യപ്രദേശ് 4.68, രാജസ്ഥാൻ 4.39, വെസ്റ്റ് ബംഗാൾ 3.58, കേരള 3.50 ഉള്ളൂ. തൊട്ട് പിന്നിൽ തെലുങ്കാന 1.36. കേരളം വളരെ പുറകിലാണ്. നമ്മളെ കൊണ്ട് ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കണം MSME. നമുക്ക് നമ്മുടെ ഇതിൽ ഇനി ഞാൻ ഡെഫിനിഷൻ എന്താണ് MSMEയുടെ ഡെഫിനിഷൻ എന്നാണ് പറയാൻ പോകുന്നത്. മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് in accordance with the provision of Micro, Small and Medium Enterprise Development Act 2006, the micro and small medium enterprises are classified. MSMEനെ രണ്ടാക്കി വേർതിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ്, 2 സർവീസ് എൻ്റർപ്രൈസസ്. എന്താണ് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ ദ എൻ്റർപ്രൈസസ് എൻഗേജ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് പ്രൊഡക്ട്സ് ഓഫ് ഗുഡ്സ് pertaining to any industry specified in the first schedule to the Industries Development and Regulation Act 1951. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സർവീസ് എൻ്റർപ്രൈസസ്. The enterprises engaged in providing or rendering of services and are defined in terms of investment in equipment. അതായത് ഒരു ഏതെങ്കിലും സർവീസ് ചെയ്തു കൊടുക്കുന്നതിനെയാണ് നമ്മൾ, അതായത് മാനുഫാക്ചറിങ് സെക്ടറിനോ അതല്ലെങ്കിൽ അല്ലാത്ത സെക്ടറുകൾക്കോ നമ്മൾ സർവീസായിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സർവീസ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ടേബിൾ കാണാം. എൻ്റർപ്രൈസസ് അതായത് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കപ്പാസിറ്റിയെ അനുസരിച്ചിട്ടാണ് ഓരോ ഇൻഡസ്ട്രിക്കും എത്രയാണോ ഇൻവെസ്റ്റ്മെൻറ്റ് നിരക്ക്, അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വേണ്ടിയിട്ട് എത്ര തുകയാണോ ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ആ ഇൻഡസ്ട്രിയെ മൈക്രോ ആണോ സ്മോൾ ആണോ മീഡിയം ആണോ എന്ന് വേർതിരിക്കുന്നത്. അത് തന്നെ മൈക്രോ മാനുഫാക്ചറിങ് സെക്ടറും ഉണ്ട്, മൈക്രോ സർവീസ് സെക്ടറും ഉണ്ട്. മൈക്രോ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം നിക്ഷേപം ഉപയോഗിച്ച് നിർമ്മാണം നടത്തുക. സർവീസ് ചെയ്യാന്ന് വെച്ചാൽ നാം നിക്ഷേപം ഉപയോഗിച്ചിട്ട് സർവീസ് നടത്തുക, അതായത് സേവനം. അത് ഏത് രീതിയിലും ആവാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സർവീസിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആമസോൺ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണ്. ആമസോൺ കമ്പനി നടത്തുമ്പോൾ അതിൻ്റെ സർവീസ് ചെയ്യുന്നത് ഈ കാർട്ടൊക്കെയാണ്. അവരാണ് അതിൻ്റെ സർവീസ് ചെയ്യുന്നത്. അതാണ് അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സർവീസ് സെക്ടർ എന്ന് പറയുന്നത്.
ഇനി അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് കപ്പാസിറ്റി അനുസരിച്ച് ഞാൻ പറയുകയാണ്. ആദ്യത്തെ മൈക്രോ എന്റർപ്രൈസസ്, മൈക്രോ മാനുഫാക്ചറിങ് എന്റർപ്രൈസസിന്റെ അത് നിശ്ചയിച്ചിരിക്കുന്നത് അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് നിരക്ക് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡസ് നോട്ട് എക്സീഡ് 25 lakh. അതായത് ഒരു നിക്ഷേപകൻ 1 രൂപ മുതൽ 25 ലക്ഷം രൂപ വരെയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ആ ഇൻഡസ്ട്രീനെയാണ് മൈക്രോ എന്റർപ്രൈസസ് എന്ന് പറയുക. ദെൻ സ്മോൾ എന്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിക്ഷേപകൻ മോർ ദാൻ 25 lakhs ബട്ട് ഡസ് നോട്ട് എക്സിഡ് 5 crore, 25 ലക്ഷത്തിന് മുകളിലും 5 കോടിക്കും ഇടയിൽ നിക്ഷേപം നടത്തുന്നതിനെയാണ് സ്മോൾ എന്റർപ്രൈസസ് എന്ന് പറയുക. ദെൻ മീഡിയം എന്റർപ്രൈസസ് എന്ന് വെച്ചാൽ മോർ ദാൻ 5 crores ബട്ട് ഡസ് നോട്ട് എക്സിഡ് 10 crores, 5 ലക്ഷത്തിന് മുകളിലുള്ളതും 10 ലക്ഷം കവിയാത്തതുമായ നിക്ഷേപം നടത്തുന്നതിനെയാണ് മീഡിയം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, എന്റർപ്രൈസസ്. ഇനി അത് സർവീസ് സെക്ടറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിക്ഷേപം അത്രയും വേണ്ട. കാരണം മാനുഫാക്ചറിങ് സെക്ടറിനാണെങ്കിൽ അവിടെ പ്ലാന്റ്സ്, അതുപോലെ ബിൽഡിംഗ്, അതായത് മെഷീനറി ഒക്കെ ചാർജ് കൂടുതലാണ്. സർവീസ് സെക്ടറിന് അത്രയും ചാർജ്, ഇൻവെസ്റ്റ്മെന്റിന്റെ കപ്പാസിറ്റി അത്രയും ആവശ്യമില്ല. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് കപ്പാസിറ്റി നിരക്ക് കുറവാണ് സർവീസ് സെക്ടറിന്. കാരണം അവർക്ക് ഓൾറെഡി ചിലപ്പോൾ ഒരു കെട്ടിടം മാത്രം മതിയായിരിക്കും, മെഷീനറി ഒന്നും വേണ്ട. നിക്ഷേപം കൂടുതൽ മെഷീനറിക്ക് വേണ്ടതുകൊണ്ടാണ് മാനുഫാക്ചറിംഗ് സെക്ടറിന് നിക്ഷേപ നിരക്ക് കൂട്ടിവെച്ചിരിക്കുന്നത്. മൈക്രോ എന്റർപ്രൈസസ്, മൈക്രോ സർവീസ് സെക്ടർ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ നിക്ഷേപം പറയുന്നത് ഡസ് നോട്ട് എക്സീഡ് 10 lakh. അതായത് മൈക്രോ മാനുഫാക്ചറിന് 25 lakh പറയുമ്പോൾ മൈക്രോ സർവീസ് സെക്ടറിന് 10 lakh ആണ് പറയുന്നത്. അത് ബിലോ 10 lakh വരുന്നതിനെയാണ് മൈക്രോ സർവീസ് സെക്ടർ എന്ന് പറയുക. ദെൻ സ്മോൾ സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 10 lakhs ബട്ട് ഡസ് നോട്ട് എക്സീഡ് 2 crore, 10 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിൽ നിക്ഷേപം വരുന്ന സർവീസ് മേഖലയെയാണ് നമ്മൾ സ്മോൾ സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. മീഡിയം എന്റർപ്രൈസസ് മോർ ദാൻ 2 crore rupees ബട്ട് ഡസ് നോട്ട് എക്സീഡ് 5 crore rupees, അതായത് 2 കോടിക്ക് മുകളിലുള്ളതും 5 കോടിയിൽ താഴെ വരുന്നതുമായിട്ടുള്ള സർവീസ് സെക്ടറിനെയാണ് മീഡിയം എന്റർപ്രൈസസ്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായിട്ട് ഈ മേഖലയ്ക്കാണ് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങളും, അതായത് ഒരു എന്റർപ്രണർക്ക് സഹായങ്ങളും അവൻ എല്ലാവിധ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ MSMEക്കാണ്. അത് നമ്മൾക്ക് വേണമെങ്കിൽ മാനുഫാക്ചറിംഗ് സെക്ടറിൽ തുടങ്ങാം, സർവീസ് സെക്ടറിലും തുടങ്ങാം. ഇതിന് രണ്ടിനും ആനുകൂല്യങ്ങളുണ്ട്. ഇതാണ്, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നതാണ്, ഒരു എന്റർപ്രണർ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോവുകയാണെങ്കിൽ അവന് നല്ല ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻകം കിട്ടും, മറ്റുള്ളവർക്ക് ഒരു ജോലി കൊടുക്കാൻ കഴിയും, അങ്ങനെ രാജ്യത്തിന് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ കഴിയും. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയെക്കാളും ഇന്ത്യ പ്രോത്സാഹനം കൊടുക്കുന്നത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്കാണ്. എസ്പെഷ്യലി നമ്മൾ അതിനു വേണ്ടി നീക്കിവെച്ച ഇൻഡസ്ട്രിയാണ് ഈ MSME, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്. ഇവിടെ MSMEക്ക് ചില ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് സ്ഥാപനങ്ങൾ, മാനുഫാക്ചറിങ് MSME ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിലൊന്ന് ഫുഡ് പ്രോഡക്ട്സ്, ഏതെങ്കിലും ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. 2 കെമിക്കൽ ആൻഡ് കെമിക്കൽ പ്രോഡക്ട്സ്, അതായത് രാസപരമായിട്ടോ രാസസാധനങ്ങളും പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുക. ബേസിക് മെറ്റൽ ഇൻഡസ്ട്രീസ്, മെറ്റൽ കൊണ്ടിട്ടുള്ള എന്ത് ഇൻഡസ്ട്രിയും അതാണ്. മെറ്റൽ പ്രോഡക്ട്സ്, മെറ്റൽ കൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക. റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് പ്രോഡക്ട്സ്, ഇതെല്ലാം മാനുഫാക്ചറിങ് MSMEയുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്കുള്ള ഉദാഹരണങ്ങളാണ്. അതിന്റെ സർവീസ് MSMEക്ക് ഉദാഹരണമാണ് ഏതെങ്കിലും റിപ്പയർ സർവീസുകൾ, റിപ്പയർ ചെയ്യുക. ലോജിസ്റ്റിക് സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആമസോ എന്നൊക്കെ പറഞ്ഞൊരു കമ്പനി, അത് ഒരു കമ്പനിയാണ്, അതിന് സർവീസ് ചെയ്തു കൊടുക്കുന്നതാണ് ലോജിസ്റ്റിക് സർവീസ് അങ്ങനെയുള്ളതിന്. പിന്നെ അതർ സർവീസ്, ഏതെങ്കിലും തരത്തിലുള്ള സർവീസുകളോ പ്രോഡക്ട്സോ അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ സർവീസ് എന്ന് പറയുന്നത്, സേവനം എന്ന് പറയുന്നത്. ഇനി ഈ റോൾ ഓഫ് ഗവൺമെന്റ് ആൻഡ് അതർ ഏജൻസീസ് ഇൻ എന്റർപ്രണർഷിപ്പ്, ഒരു ഗവൺമെന്റിന്റെ റോൾ എന്താണ് ഒരു എന്റർപ്രണറെ സംബന്ധിച്ച്? ഈ അതർ ഏജൻസീസ്, ഗവൺമെന്റും അതർ ഏജൻസീസും എങ്ങനെയാണ് എന്റർപ്രണറിനെ സഹായിക്കണമെന്നാണ്. The Department of Small Scale Industries and Agro and Rural Industry were created in 1991 to formulate policy framework for promoting and developing SSI in the country. SSI means Small Scale Industry.
അതിന് വേണ്ടിയിട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് 1991 ചില പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്. ദ ഡിപ്പാർട്ട്മെന്റ് ഇനീഷ്യേറ്റ് അപ്രോപ്രിയേറ്റ് പോളിസി മെഷേഴ്സ്, സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പ്രൊമോഷൻ ഓഫ് SSI. പല മെഷേഴ്സ്, സ്കീംസ്, പ്രോഗ്രാംസ് ഒക്കെ SSIക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. For the promotion of small scale industry, a strong institutional network has been evolved for promotion of small industries in country. The institutional network can be classified. വിവിധ തരം ഏജൻസികൾ ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 3 ലെവലാക്കിയിട്ട് നമ്മൾ ഈ ഏജൻസിയെ തിരിച്ചിരിക്കുകയാണ്. ഒന്ന് സെൻട്രൽ ലെവൽ, കേന്ദ്രീകൃത ലെവലിലുള്ള ഏജൻസികൾ, അതായത് ഓൾ ഇന്ത്യ ബേസിലുള്ള ഏജൻസികൾ. 2 ഓരോ സ്റ്റേറ്റ് ലെവൽ ഏജൻസികൾ, അതായത് ഇന്ത്യയിലുള്ള വിവിധ സ്റ്റേറ്റുകൾ നടപ്പിലാക്കി കൊണ്ടുവരുന്ന ഏജൻസീസ്. ദെൻ അതർ ഏജൻസി, ഇത് രണ്ടിലും പെടാത്ത ചില അതർ ഏജൻസീസുകളും ഉണ്ട്. അതിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് സെൻട്രൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അതല്ലെങ്കിൽ ഏജൻസി. ഏതൊക്കെയാണ് കേന്ദ്രതലത്തിൽ അഥവാ സെൻട്രൽ തലത്തിൽ, ഓൾ ഇന്ത്യ തലത്തിലുള്ള ഏജൻസികൾ ഏതാണെന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ബോർഡ്, SSI ബോർഡ്. അത് സ്മോൾ സ്കെയിലിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബോർഡാണ്. അത് 1954 അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഫെസിലിറ്റേറ്റ് ദ കോർഡിനേഷൻ ആൻഡ് ഇന്റർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിങ്കേജ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് SSI ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇറ്റ് ഈസ് ആൻ അപ്പെക്സ് അഡ്വൈസറി ബോഡി, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ്. കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു റെൻഡർ അഡ്വൈസ് ടു ഗവൺമെന്റ് ഓൺ ഓൾ ഇഷ്യൂസ് പെർട്ടേണിംഗ് ടു SSI സെക്ടർ. SSI സെക്ടറിൽ, SSI മീൻസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ഇഷ്യൂസിനും അവർക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ ബോർഡ്. അവരെന്തൊക്കെ സർവീസസ് ആണ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. അവർ വിവിധതരം നയങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്, വിവിധതരം പ്രോഗ്രാമുകൾ അവർ നടപ്പിലാക്കും ഈ സ്മോൾ സ്കെയിലിന് വേണ്ടിയിട്ട്. 2, ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ സ്പെസിഫിക് റീജിയൻസ് സച്ച് എസ് നോർത്ത് ഈസ്റ്റ് ഏരിയ. പിന്നോക്കം നിൽക്കുന്ന നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്കൻ മേഖലകളിൽ ഇൻഡസ്ട്രി എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് അതിന് സ്കീമുകൾ കൊണ്ടുവരിക, വിവിധ പരിപാടികൾ കൊണ്ടുവരിക. ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആൻഡ് മോഡേണൈസേഷൻ. മനസ്സിലായി, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്കുക. ആൻഡ് മോഡേണൈസേഷൻ, അതായത് ആധുനികവൽക്കരിക്കുക. നിലവിലുള്ള ഇൻഡസ്ട്രിക്ക് വേണ്ട ക്രെഡിറ്റ് കൊടുക്കുകയോ അതിൽ മോഡേണൈസേഷൻ ചെയ്യുകയോ. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ സിക്നസ് മീൻസ് ഏതെങ്കിലും ഇൻഡസ്ട്രിക്ക് പരാജയം സംഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് അവ നഷ്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അവയെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള, അതായത് ഈ സ്മോൾ സ്കെയിലുള്ള ഏതെങ്കിലും ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ചെയ്യാൻ സഹായിക്കുന്ന സ്ഥാപനത്തിനെയാണ് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ബോർഡ് എന്ന് പറയുന്നത്. അതാണ് സെൻട്രൽ ലെവലിൽ ഒന്നാമത്തെ ഏജൻസിയായിട്ട് പറയുന്നത്. രണ്ടാമത്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, KVIC എന്ന് പറയുക. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. നമുക്ക് കേൾക്കുന്നത് പോലെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഇതാണ് ഖാദി. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ക്രിയേറ്റഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റിൽ പാസ്സാക്കിയ ഒരു ബോഡി നടപ്പിലാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ KYC. It is charged with the planning, promotion, organization and implementation of programs for development of khadi and other village industries in rural area. റൂറൽ ഏരിയ എന്ന് വെച്ചാൽ ഗ്രാമങ്ങളിൽ ഖാദി ആൻഡ് അതർ വില്ലേജ് ഇൻഡസ്ട്രീസ്, ഗ്രാമങ്ങളിലുള്ള മറ്റ് നമ്മൾ ചില ഇൻഡസ്ട്രീസ് ഒക്കെ വില്ലേജിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നത് ഇൻഡസ്ട്രീസിന്റെ, അതിന്റെ ഡെവലപ്മെന്റ് വേണ്ടി പ്രോഗ്രാം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ KYC. ഫങ്ഷൻസ് കംപ്രൈസസ് ഓഫ് ബിൽഡിംഗ് റിസർവ് ഓഫ് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക. പ്രൊവിഷൻ ഓഫ് ഫെസിലിറ്റീസ് ഫോർ മാർക്കറ്റിംഗ്, ഇവർക്ക് വേണ്ട സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ സഹായിക്കുക, അതായത് KYCയുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ സഹായിക്കുക. ട്രെയിനിങ് ടു ആർട്ടിസൻസ്, അതായത് ഈ കുടിൽ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക. പ്രൊവൈഡിങ് ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം കൊടുക്കുക. ഇതൊക്കെയാണ് ഈ KYCയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, SIDO. ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ സഹായിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് SIDO നമ്മൾ ഷോർട്ട് ഫോർട്ട് പറയും, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. SIDO functions as the nodal agency to coordinate and monitoring the policies and programs for promotion and development of small scale industry. ചെറുകിട വ്യവസായത്തെ പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു സെൻട്രൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് SIDO.
It has over 60 offices and 21 autonomous bodies under management, which includes tool rooms, training institution. മൊത്തം ഇന്ത്യയിൽ 60 ഓഫീസും അതിനോട് ബന്ധപ്പെട്ട് 21 സ്വയം പ്രവർത്തിക്കുന്ന, അതായത് അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ടൂൾ റൂമുകളായിട്ടും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളായിട്ടും രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തായിട്ട് സിഡോയ്ക്കുണ്ട്. എന്തൊക്കെയാണ് സർവീസ് ചെയ്യുന്നത് സിഡോ? എന്റർപ്രണർഷിപ്പ് ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ് ട്രെയിനിങ്. These programs aim at identifying entrepreneurial capabilities and enables them to set up business units. ഇവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റർപ്രണേഴ്സിന് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, സ്കിൽ ഡെവലപ്മെന്റ്, അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊടുക്കുക, പ്രോജക്റ്റ് പ്രൊഫൈൽസ്, അവർക്ക് ഫസ്റ്റ് ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം, അതിന് സഹായിക്കുക, പ്ലാന്റ് മോഡേണൈസേഷൻ, പ്ലാന്റുകൾ അവരുടെ നിലവിലുള്ള സ്ഥാപനങ്ങൾ ആധുനികവൽക്കരിക്കാൻ സഹായിക്കുക, മാർക്കറ്റിംഗ് സപ്പോർട്ട്, മാർക്കറ്റ് ചെയ്യാൻ സഹായിക്കുക, കളക്ഷൻ ഓഫ് ഡാറ്റ, വിവിധ സ്ഥലത്ത് നിന്ന് ഡാറ്റകൾ കളക്ട് ചെയ്യുക, അതുപോലെ നാഷണൽ അവാർഡുകൾ സംഘടിപ്പിക്കുക. ഇതൊക്കെയാണ് അവരുടെ ചുമതലകൾ സിഡോ. ഇനി നെക്സ്റ്റ് ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഈ SSIക്ക് അഥവാ സ്മോൾ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീന് വേണ്ടി ഏറ്റവും കൂടുതൽ സഹായം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ NSIC എന്നാണ് പറയുക, അതിൻ്റെ ഷോർട്ട് ഫോം നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. ഇത് 1955 ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപിച്ചു. NSIC പ്രൊവൈഡഡ് സ്ട്രെങ്ത് ടു സെക്ടർ ബൈ എ പ്രോഗ്രസീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് മോഡേണൈസേഷൻ, ആധുനികവൽക്കരിക്കുക, അപ്ഗ്രേഡേഷൻ വെച്ചാൽ ഒന്നുകൂടി ഉയർത്തിക്കൊണ്ടുവരിക, ടെക്നോളജിയിൽ ഉയർത്തിക്കൊണ്ടുവരിക, അപ്ഗ്രേഡേഷൻ ഓഫ് ടെക്നോളജി, എൻഷുറിംഗ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ, ഇന്നത്തെ നമ്മുടെ ISO എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ക്വാളിറ്റി സർട്ടിഫൈ ചെയ്യുക, ആൻഡ് എക്സ്പോർട്ട് പ്രൊമോഷൻ. അതായത് NSICയുടെ ഏറ്റവും വലിയൊരു ചുമതലയായിട്ട് പറയുന്നത് എക്സ്പോർട്ടിന് സഹായിക്കുക എന്നുള്ളതാണ്. ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ കയറ്റുമതി ചെയ്യാനും അവിടെയുള്ള മെഷീനറികൾ ഇറക്കുമതി ചെയ്യാനും സഹായിക്കുന്നു. നെക്സ്റ്റ് സ്ഥാപനമാണ് നാഷണൽ പ്രൊഡക്ടിവിറ്റി കൗൺസിൽ, NPC. അതൊരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മൾ പറഞ്ഞത് മറ്റേതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് കീഴിലാണെങ്കിൽ ഇതൊരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് NPC ഈസ് ടു ആക്ട് ആസ് എ catalyzed in enhancing the productivity of all sectors of the economy, including industry and agriculture. അതായത് ഇൻഡസ്ട്രിക്കും അഗ്രികൾച്ചറിലും വേണ്ട എല്ലാവിധ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത കൂട്ടുവാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിൽ രൂപീകരിച്ചിരിക്കുന്നതാണ്. അതായത് ഏത് ഗ്രാമീണ ലെവലിലായാലും അഗ്രികൾച്ചർ ലെവലിലായാലും ഇൻഡസ്ട്രി ലെവലിലും അവരുടെ ഉൽപാദനക്ഷമത കൂട്ടുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് നാഷണൽ പ്രൊഡക്ടിവിറ്റി കൗൺസിൽ. NPC ഈസ് ആൻ ആക്റ്റീവ് ഇൻ ദ ഫീൽഡ് ഓഫ് consultancy and training and has a number of specialized divisions to provide tailor-made solution to agriculture and industry. Tailor-made ചില സ്പെസിഫിക് ഇതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ അഗ്രികൾച്ചറിനും ഇൻഡസ്ട്രിക്കും വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ NPC എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഏജൻസിയാണ്. അതായത് ഓട്ടോണമസ് ഏജൻസിയാണ് നാഷണൽ പ്രൊഡക്ടിവിറ്റി കൗൺസിൽ. ഇത്ര നേരം നമ്മൾ പഠിച്ചത് സെൻട്രൽ ലെവല്, അതായത് കേന്ദ്രീകൃത ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇനി നമ്മുടെ സ്റ്റേറ്റ് ലെവലിലേക്ക് വരാം. സ്റ്റേറ്റ് എന്തൊക്കെയാണ് ഇതിനു വേണ്ടി പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതെന്നാണ്. അതിൽ ഒന്നാമത്തെ സ്ഥാപനമാണ് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്. അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ, Directorate of Industry implements policies for promotion and development of small scale, cottage, medium and large scale industry. അതായത് ചെറുകിട, കോട്ടേജ്, കുടിൽ വ്യവസായങ്ങൾ, മീഡിയം ഇടത്തരം വ്യവസായങ്ങൾ ആൻഡ് ലാർജ് സ്കെയിൽ വൻകിട വ്യവസായങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഡയറക്ടറേറ്റ് ആണ് Director of Industry. The central policies for SSI act as guidelines, but each state evolves its own policies and package of incentives. ഓരോ സ്റ്റേറ്റിനും അവരുടേതായ ഇൻസെന്റീവ്സ് കൊണ്ടുവരാനും ഗൈഡ് ലൈൻസ് കൊടുക്കാനും ഇതുമൂലം സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ സ്റ്റേറ്റിന്റെ കീഴിലുള്ള ഇൻഡസ്ട്രിക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കുവാനും അതിന്റെ ഇൻസെന്റീവ്സ് ആനുകൂല്യം കൊടുക്കുവാനും ഈ ഡയറക്ടറേറ്റിന് കഴിയണം എന്നുള്ളതാണ് സ്റ്റേറ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഈ ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു MSME സംബന്ധിച്ച് അറിയേണ്ട ഒരു സ്ഥാപനമാണ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ അഥവാ DIC.
DIC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ in order to extend the promotion of SSI beyond big city and state capitals to the district headquarters, DIC programs was initiated with the object of developing small, tiny and cottage sector industries in the country. അതായത് പ്രധാനപ്പെട്ട ഏജൻസികളെല്ലാം സ്റ്റേറ്റ് ക്യാപിറ്റലുകളിലും പ്രധാനപ്പെട്ട സിറ്റികളിലും കേന്ദ്രീകരിച്ച് കിടന്നപ്പോൾ അതിന് ഡെവലപ്മെന്റ് താഴേക്കിടയ്ക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ DIC അഥവാ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ജില്ലാ വ്യവസായ കേന്ദ്രം എന്നാണ് ഇതിന്റെ മലയാളത്തിൽ പറയുന്നത്. ഈ ജില്ലാ വ്യവസായത്തിന്റെ കീഴിൽ, അതായത് അവരുടെ ലൈസൻസോട് കൂടി മാത്രമേ നമുക്കൊരു ജില്ലയിൽ വ്യവസായ സ്ഥാപനം തുടങ്ങാൻ കഴിയുകയുള്ളൂ. അവരാണ് ആ ജില്ലയിലുള്ള എല്ലാ വ്യവസായങ്ങളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത് ഈ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്ററാണ്. അത് മൊത്തം ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ ജില്ലയും പ്രതിനിധീകരിച്ചിട്ട് ഈ DICകളുണ്ട്. നമ്മുടെ പാലക്കാടുമുണ്ട് DIC. അവരെന്തൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സപ്ലൈ ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെന്റ്, ഒരു ചെറുകിട വ്യവസായിക്ക് അല്ലെങ്കിൽ കോട്ടേജ് അല്ലെങ്കിൽ ഒരു ടൈനി ലഘു യൂണിറ്റിന് വേണ്ട മെഷീനറി ആൻഡ് എക്യുപ്മെന്റ് സപ്ലൈ ചെയ്യുന്നു. മാർക്കറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. കൺസൾട്ടൻസി ആൻഡ് എക്സ്റ്റൻഷൻ സർവീസസ്, അവർക്ക് കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചോദിക്കാനോ അതല്ലെങ്കിൽ അവർക്ക് അറിയാനോ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും സേവനം അവരിൽ നിന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്ററിൽ പോയാൽ നമ്മളെ സഹായിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇവർക്ക്, അതായത് MSMEക്ക് ഫണ്ട് തരുന്ന സ്ഥാപനം ഏതാണെന്നാണ്. മെയിൻ ആയിട്ട് ഫണ്ട് തരുന്ന സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ്. ഇത് സ്റ്റേറ്റ് ലെവലിന്റെ കീഴിലാണ്. ഇത് 1951 സ്ഥാപിച്ചു. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് SFC, സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ, are to finance and promote all medium enterprises in their respective states for achieving balanced regional growth. അതായത് വളർച്ച ഒരേപോലെ ബാലൻസ്ഡ് ആക്കി കൊണ്ടുപോകുവാനും ഇൻവെസ്റ്റ്മെന്റ് പ്രോത്സാഹിപ്പിക്കാനും കൂടുതൽ എംപ്ലോയ്മെന്റ് അഥവാ തൊഴിൽ ക്രിയേറ്റ് ചെയ്യാനും വൈഡൻ ഓണർഷിപ്പ്, കൂടുതൽ ഓണർഷിപ്പുകൾ കൊണ്ടുവരാനുമായിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് അഥവാ സാമ്പത്തിക സഹായം നൽകുവാൻ, ലോണ് അതേപോലെ ഇക്വിറ്റി അവർ കൊണ്ടുവരുന്നു, ഗ്യാരണ്ടീസ് ഇഷ്യൂ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല്, ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അവന് വേണ്ട മോണിറ്ററി, അതായത് സാമ്പത്തികപരമായിട്ട് സഹായം നൽകാനുള്ള സ്റ്റേറ്റ് ലെവൽ മാക്സിമം എമൗണ്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. അത് സ്റ്റേറ്റ് ലെവലിലുള്ളതാണ്. സ്റ്റേറ്റ് ലെവലിൽ കൊടുക്കുന്നു. നെക്സ്റ്റ് നബാർഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു വാക്കാണ് നബാർഡ്. ഇന്ത്യയിൽ അതർ ഏജൻസി ആയിട്ട്, അതായത് ഈ സ്റ്റേറ്റ് ലെവലോ സെൻട്രൽ ലെവലോ സ്റ്റേറ്റ് ലെവലോ കൂടാതെ അതർ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് നബാർഡ്. നബാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്കാണത്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് is the most important institution in the country which look after the development of cottage industry, kudil വ്യവസായത്തിന്, small scale industry, ചെറുകിട വ്യവസായത്തിന്, and village industry, വില്ലേജിലുള്ള ഇൻഡസ്ട്രി, and other rural industry, especially rural ഏരിയയിലുള്ള ഇൻഡസ്ട്രിക്ക് വായ്പ കൊടുക്കാനായിട്ടുള്ള ഒരു സ്ഥാപനമാണ് നബാർഡ്. നബാർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജൂലൈ 12, 1982 വിത്ത് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ₹100 crore by 50:50 കോൺട്രിബ്യൂഷൻ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് RBIയും ഗവൺമെന്റ് 50-50 വീതം ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റലിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇത്. അവരുടെ മെയിൻ ഫംഗ്ഷൻ ടു സെർവ് ആസ് ആൻ അപ്പെക്സ് ഫിനാൻസിംഗ് ഏജൻസി ഫോർ പ്രൊമോട്ടിംഗ് ഡെവലപ്മെന്റ് ഓഫ് റൂറൽ ഏരിയ. ഗ്രാമങ്ങളിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു അപ്പെക്സ്, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഏജൻസിയാണ്. ആക്ട് ആസ് എ കോർഡിനേറ്റർ ഇൻ ഓപ്പറേഷൻ ഓഫ് റൂറൽ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂറൽ ഏരിയയിലുള്ള വായ്പ കൊടുക്കുന്ന സ്ഥാപനങ്ങളുടെ കോർഡിനേറ്ററാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ബാങ്കുകൾക്ക്, സഹകരണ ബാങ്കുകളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ നബാർഡാണ്. ഈ സഹകരണ ബാങ്കുകളിൽ നിന്നാണ് നമുക്ക് വായ്പ ലഭിക്കുക. എസ്പെഷ്യലി കാർഷികതായാലും വില്ലേജ് ഇൻഡസ്ട്രിക്കൊക്കെ കിട്ടുന്നത് ഈ നബാർഡിന്റെ സ്കീമിനനുസരിച്ച് ബാങ്കുകൾ കൊടുക്കുന്നതാണ്. ഓഫേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഫെസിലിറ്റീസ് ഫോർ ബാങ്ക്. കൂടാതെ ബാങ്കുകാർക്ക് അവർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഫെസിലിറ്റിയും കൊടുക്കുന്നു. നെക്സ്റ്റ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ, TCO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നാണ് ഞാൻ പറയുന്നത്. കേറ്റർ ദ കൺസൾട്ടൻസി നീഡ്സ് ഓഫ് സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രി ആൻഡ് ന്യൂ എന്റർപ്രണർ. പുതിയതായിട്ട് ഒരു സ്ഥാപനം, ഒരു എന്റർപ്രണർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവന് വേണ്ട പല അറിവുകളും ഉണ്ടാവില്ല. അവന് വേണ്ട ടെക്നിക്കൽ അറിവുകൾ,
അവന് സ്മോളോ മീഡിയം ഇൻഡസ്ട്രി തുടങ്ങുമ്പോൾ അവന് വേണ്ട ടെക്നിക്കൽ അറിവുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫോർ ഫെസിലിറ്റേറ്റിംഗ് ടെക്നിക്കൽ സപ്പോർട്ട് ഫോർ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ്. അവരുടെ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ടെക്നിക്കലായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിനും കൊടുക്കുന്നു അവര്. അവരുടെ ഫങ്ഷൻസ് എന്താണ്? കണ്ടക്ടിങ് സർവേ ഓർ ഇൻഡസ്ട്രിയൽ പൊട്ടൻഷ്യൽ സർവേകൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് സർവേ എടുക്കുക. സർവേ എടുത്തതിന്, ഒരു ഏരിയയുടെ സർവേ എടുത്തതിന് ശേഷമേ നമുക്ക് ഏതാണ് എന്താണെന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിന് സഹായിക്കുന്നു. പ്രിപ്പയറിംഗ് പ്രോജക്ട് ഫയൽ. നമുക്കൊരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് പ്രോജക്ട് റിപ്പോർട്ട്. അത് റിപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നു. കാരിയിങ് ഔട്ട് മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റിന്റെ പ്രതിഫലനെ കുറിച്ച് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അണ്ടർടേക്കിംഗ് ടെക്നോ ഇക്കണോമിക് അപ്രൈസൽ ഓഫ് പ്രോജക്റ്റ്. ടെക്നോളജിക്കലായിട്ടും ഇക്കണോമിക്കലായിട്ടുള്ള പ്രോജക്റ്റുകൾ അവർ അണ്ടർടേക്ക് ചെയ്ത് നമുക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു ഈ TCO. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ MSME കുറിച്ചിട്ട്, അതായത് സെൻട്രൽ ലെവലായിട്ടും സ്റ്റേറ്റ് ലെവലായിട്ടും അതർ ഏജൻസി ആയിട്ടും നമുക്ക് എങ്ങനെയൊക്കെയാണ് ഒരു എന്റർപ്രണർ തുടങ്ങേണ്ടതെന്നും അവൻ തുടങ്ങിയാൽ ആരൊക്കെയാണ് സഹായിക്കാനുള്ളതെന്നാണ് നമ്മൾ ഇത്ര നേരവും പഠിച്ചത്. ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇതിന്റെ മെറ്റീരിയൽസ് എല്ലാം ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ കളക്ട് ചെയ്യുക, പഠിക്കുക. സംശയമുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കുക. താങ്ക്